ഹലോ എവ്രി വൺ. ഇന്ന് പ്രത്യേകിച്ച് പറയാനുള്ളത് ടീച്ചേഴ്സിന് വേണ്ടിയാണ്. എല്ലാ ടീച്ചേഴ്സിന് വേണ്ടിയല്ല, എന്നാൽ ആ, ഒരു കൂട്ടം ടീച്ചേഴ്സ് ഉണ്ട്. പല സ്കൂളുകളുമായിട്ട് ഇന്നും ഇങ്ങനത്തെ ടീച്ചേഴ്സിനെ കാണപ്പെടുന്നുണ്ട്. ഞാൻ ഈ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. പഠിക്കാത്ത കുട്ടിയെ പഠിക്കുന്ന കുട്ടികളുടെ മുന്നിൽ വെച്ച് അവരെ ഇൻസൾട്ട് ചെയ്യുക, പല വാക്കുകളും ഉപയോഗിച്ച് അവരെ മെൻ്റലി ടോർച്ചർ ചെയ്യുക, ഫിസിക്കൽ ടോർച്ചർ ചെയ്യുക, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇന്നും ടീച്ചേഴ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത്. ഇനി മുതൽ എന്നല്ല, പണ്ടേ ഉള്ള കാര്യമാണ്. പക്ഷെ കുട്ടികൾ ഇതിൻ്റെ അഗേൻസ്റ്റ് പോയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ അവയർനെസ് കുറച്ച് കൂടുതലായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുവാണ്. എന്ന് വെച്ചാൽ ഇതേപോലെ എല്ലാ കുട്ടികളും ഒരുപോലെ അല്ല അല്ലേ? പഠിത്തത്തിൽ എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ആവാൻ പറ്റത്തില്ല. അപ്പം പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവരെ മെൻ്റലി ടോർച്ചർ ചെയ്യുക, പല ഡിഫറെൻറ്റ് യൂസ് ചെയ്യാൻ പാടില്ലാത്ത വേർഡ്സ് യൂസ് ചെയ്തിട്ട് അവരെ ഇൻസൾട്ട് ചെയ്യുക, അതുപോലെ തന്നെ ജാതിയുടെ പേരിലോ റിലീജൻ്റെ പേരിലോ കളറിൻ്റെ പേരിലോ എന്തിൻ്റെ പേരിലാണെങ്കിലും ഡിസ്ക്രിമിനേഷൻ നടത്തുവാണെങ്കിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ അനുസരിച്ച് ഈ കുട്ടിയുടെ പാരൻസിന് കുട്ടിക്കും കംപ്ലൈൻറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടീച്ചേഴ്സിന് കിട്ടാൻ പോകുന്നത് ജയിൽ ശിക്ഷയാണ്. ഇത് പനിഷബിൾ ഒഫൻസാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വീഡിയോ ഇതുപോലത്തെ ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലത്തെ സ്കൂൾസിൽ ഇതേപോലത്തെ ടീച്ചേഴ്സ് പല സ്കൂൾസിലുമുണ്ട്, അവരെല്ലാം തന്നെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് വയ്ക്കാം. ഓക്കെ, അത് തെറ്റാണ്, വലിയൊരു തെറ്റാണ്. പ്രത്യേകിച്ചും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് ഇതുപോലെ മറ്റ് കുട്ടികളുടെ മുന്നിൽ വെച്ച് നീ പഠിക്കുന്നില്ല അല്ലെങ്കിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ട് അവരെ ഇൻസൾട്ട് ചെയ്യുക എന്നുള്ളത് മെൻ്റൽ ക്രുവാലിറ്റിയാണ്. അത് ഒരിക്കലും ചെയ്യരുത് ടീച്ചേഴ്സ്. ഓൾ റൈറ്റ്, അപ്പം ഈ പറയുന്ന വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം. താങ്ക് യു.